നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേ പാലക്കാട് ഡിവിഷന്റെ തലതിരിഞ്ഞ പല തീരുമാനങ്ങളും ട്രെയിൻ യാത്രക്കാരെ യാത്രയിൽ നിന്നും അകറ്റുകയാണെന്ന് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് കവ്വായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡിസംബർ 14 യാത്രക്കാരുടെ കൂട്ടായ്മയും 40 വർഷക്കാലമായി സീസൺ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്ന TKC അഹമ്മദിനുള്ള ആദരവും 25 വർഷത്തിനു മുകളിലായി സീസൺ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നവരെ ആദരിക്കുന്ന ചടങ്ങും നടത്തുന്നുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സാ സഹായവും നഷ്ടപരിഹാരവും നൽകാൻ റെയിൽവേ തയ്യാറാവണമെന്നും നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ഡിവിഷൻ ലാഭകരമാക്കാൻ വേണ്ടി കൊമേഴ്ഷ്യൽ വിഭാഗം എടുക്കുന്ന പല തീരുമാനങ്ങളും ജനദ്രോഹവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. പയ്യന്നൂർ, തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളിലെ റെയിൽവേയുടെ ജനറൽ ടിക്കറ്റ് കൌണ്ടർ അടച്ചുപൂട്ടിയിട്ട് മാസങ്ങളായി. ഡിവിഷൻ ലാഭത്തിലാണെന്ന് വരുത്തിവെക്കാൻ ജീവനക്കാരെ ഒഴിവാക്കുന്ന നടപടിയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും കാണുന്നത്. 8 ട്രെയിനുകളുണ്ട്, മണിക്കൂറുകളോളം വ്യത്യാസത്തിൽ മണിക്കൂറുകളോളം ഇവിടെ ഹാൾട്ട് ചെയ്യുന്ന. അത് മംഗലാപുരത്തേക്ക് നീട്ടാൻ ഇവർ തയ്യാറല്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ യശന്തപൂർ എക്സ്പ്രസ് കോഴിക്കോടേക്ക് നീട്ടാൻ വേണ്ടി തീരുമാനിച്ചെന്ന് പറഞ്ഞു, MP അടക്കമുള്ള ആളുകൾ പറഞ്ഞു. പക്ഷേ ഇതുവരെയും നീട്ടിയിട്ടില്ല. അപ്പോൾ ഈ വടക്കേ മലബാറിൽ ഓരോ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പകരം ഉള്ള സൗകര്യങ്ങൾ കുറക്കുന്ന ഒരു സമീപനമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ പാലക്കാട് ഡിവിഷനിൽ മാത്രം കണ്ടുവരുന്ന ഒരു രീതിയാണിത്. ഇതെവിടെയും മറ്റൊരു ഡിവിഷനിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊന്നുമില്ല. ടിക്കറ്റ് കൗണ്ടറുകൾ കുറക്കുന്നു, ജനറൽ കോച്ചുകൾ കുറക്കുന്നു. ഇപ്പോൾ കൂട്ടു എന്ന് പറയുന്നതൊക്കെ പലപ്പോഴും തിരുവനന്തപുരം ഡിവിഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിനുകളിലാണ്. മംഗലാപുരം, നമ്മുടെ പാലക്കാട് ഡിവിഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിനുകളിൽ അപൂർവമായിട്ട് മാത്രമാണ് ഈ ജനറൽ കോച്ചുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പം ജനറൽ കോച്ചുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മലബാറിലെത്തുമ്പോൾ അത് വേണ്ട രീതിയിലേക്ക് പരിഗണിക്കുന്നില്ല. അപ്പം ഞങ്ങൾ പറയുന്നത് മലബാറിനും മാവേലിക്കും കണ്ണൂർ എക്സ്പ്രസിനും അതുപോലുള്ള ട്രെയിനുകളിലാണ് ജനറൽ കോച്ചുകൾ വർദ്ധിപ്പിക്കേണ്ടത്. ഇത് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന ട്രെയിനുകളിൽ വർദ്ധിപ്പിക്കേണ്ട എന്ന് ഞങ്ങളുടെ അഭിപ്രായമില്ല. പക്ഷേ ഇവിടെയുള്ള യാത്രാ ക്ലേശം രൂക്ഷമായതുകൊണ്ട് തന്നെ ഇവിടെയാണ് അത് വർദ്ധിപ്പിക്കേണ്ടതെന്നതാണ് നമ്മുടെ നയം. കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ATVM-ലൂടെ മാത്രമാണ് ഇപ്പോൾ ജനറൽ ടിക്കറ്റുകൾ കൊടുക്കുന്നത്. അതുതന്നെ ATVM മെഷീൻ പ്രവർത്തിപ്പിക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് ടിക്കറ്റ് കൌണ്ടർ പ്രവർത്തിക്കുന്നത്. പയ്യന്നൂരും തലശ്ശേരിയിലുമുള്ള സീസൺ ടിക്കറ്റ് യാത്രക്കാർക്ക് സീസൺ ടിക്കറ്റ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. മാത്രമല്ല, സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത ആളുകൾക്ക് ട്രെയിനിൽ യാത്ര അപ്രാപ്യമായിരിക്കുകയാണ്. എല്ലാവരും ഓൺലൈനിലൂടെ മാത്രം ടിക്കറ്റ് എടുക്കണമെന്ന് നിർബന്ധ ബുദ്ധി റെയിൽവേയുടെ ഭാഗത്തു നിന്നും വരുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഡിസംബർ 14 യാത്രക്കാരുടെ കൂട്ടായ്മ 40 വർഷക്കാലമായി സീസൺ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്ന TKC അഹമ്മദിനുള്ള ആദരവും 25 വർഷത്തിനു മുകളിലായി സീസൺ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നവരെ ആദരിക്കുന്ന ചടങ്ങും നടത്തും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സാ സഹായവും നഷ്ടപരിഹാരവും നൽകാൻ റെയിൽവേ തയ്യാറാവണമെന്നും നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ NMRPC ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് കവ്വായി, ജനറൽ കൺവീനർ ദിനു മൊട്ടമൽ, കോർഡിനേഷൻ ആർട്ടിസ്റ്റ് ശശികല, K. ജയകുമാർ, P. വിജിത് കുമാർ എന്നിവർ പങ്കെടുത്തു.